2025 ഡിസംബർ 28 ടെഹ്റാനിൽ ഒരു ചെറിയൊരു സമരം അല്ലെങ്കിൽ ഒരു പ്രൊട്ടസ്റ്റ് ഉണ്ടായി. വിലക്കയറ്റം അല്ലെങ്കിൽ വിലയുടെ മൂല്യം ഇടിഞ്ഞതിന് തൊട്ടാണ് ഈ വ്യാപാരികൾ പ്രൊട്ടസ്റ്റ് തുടങ്ങിയത്. അവിടുത്തെ ഒരു ഡോളർ, US ഡോളറിൻ്റെ വില എന്ന് പറഞ്ഞാൽ 14 ലക്ഷം അവിടുത്തെ കറൻസിയാണ്. തൊമ്മനാറ്റാന്ന് തോന്നുന്നു ആ കറൻസിൻ്റെ പേരായിട്ടുണ്ടോ, അവിടുത്തെ ഡോളർ. ഈ പ്രൊട്ടസ്റ്റിൽ വിദ്യാർത്ഥികളും കൂടി ചേർന്നു. ഇതിങ്ങനെ വലുതായപ്പം ഈ ഇറാൻ എന്ത് ചെയ്തു, 31 സ്റ്റേറ്റിൽ 21 ഷട്ട് ഡൗൺ ചെയ്തു. എന്താന്ന് കാരണം എന്ന് വെച്ചപ്പം വിൻ്റർ ആയതുകൊണ്ടാണ് ഷട്ട് ഡൗൺ ചെയ്തെന്ന് പറഞ്ഞത്. ആൾക്കാർക്ക് പണിയില്ലാണ്ടായി. എല്ലാവരും ഫ്രീ ആയിരിക്കുമ്പം അവരും കൂടി, നാട്ടുകാരും കൂടി പ്രൊട്ടസ്റ്റിൽ ഏർപ്പെട്ടു. ഇത് നമ്മൾ ഇറാൻ്റെ റിലീജിയസ് സിറ്റിയായ കോമിലെത്തിയപാട് എന്ത് ചെയ്തു, ഇറാന് ഇൻ്റർനെറ്റ് വിച്ഛേദിച്ചു. ബട്ട് ഗവൺമെൻറ് ഒഫീഷ്യൽസിന് വൈറ്റ് സിം കാർഡ് കൊടുത്തു. ഇതറിഞ്ഞ ജനങ്ങൾ വീണ്ടും ശക്തിയായിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്തു. അതായത് 200-ൽ പരം സിറ്റീസിൽ അവർ പ്രൊട്ടസ്റ്റ് നടത്താൻ തുടങ്ങി. ഈ ടൈം, അതായത് നല്ല അവസരമാണല്ലോ, നമ്മുടെ ട്രംപ് ഇങ്ങ് വന്നു. ട്രംപ് വന്നിട്ട് ഒരു ട്വീറ്റ് ചെയ്തു ദാറ്റ് ഇനി ഇറാൻ ജനങ്ങളെ കൊന്നു കഴിഞ്ഞാൽ ഞാൻ ഇടപെടും. അത് നമ്മളെ നെതന്യാഹുവിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. താങ്ക്സ് ട്രംപ് എന്നെല്ലാം പറഞ്ഞിട്ട് അവനും ട്വീറ്റ് ചെയ്തു. ഹൗഎവർ ഇറാൻ അറിയായിരുന്നു ഒന്നുകിൽ ട്രംപ് അല്ലെങ്കിൽ ഇസ്രായേൽ എന്തായാലും ഇറാനിലേക്ക് വരും, അല്ലെങ്കിൽ അടിക്കാൻ വരും. അതുകൊണ്ട് തന്നെ അവരെ പഴയ ഡിഫൻസ് ഡോക്ട്രിൻ ചേഞ്ച് ചെയ്തു. എന്നിട്ടൊരു പുതിയ ഡോക്ട്രിൻ ഇത് എന്താണെന്ന് വെച്ചാൽ, പണ്ടത്തെ എന്ന് പറഞ്ഞാൽ വെയിറ്റ് ആൻഡ് റെസ്പോൺസ് എന്നുള്ളത് ഇപ്പം അറ്റാക്ക് എന്നുള്ള രീതിയിലാക്കിയിട്ട് മാറ്റി. ജനുവരി 7-ാം തീയതിയോ അല്ല 6-ാം തീയതിയോ. സോ ഇൻ റിയാലിറ്റി ട്രംപിന് ആവശ്യം ഇറാൻ ജനതയുടെ സേഫ്റ്റി ആണോ? നമ്പർ 1, അവിടുത്തെ ആണവ കോർ അല്ലെങ്കിൽ ന്യൂക്ലിയർ കോർ അത് പ്രൊട്ടക്റ്റ് ചെയ്യുക. ഹിസ്ബുള്ള അല്ലെങ്കിൽ ഹമാസിൻ്റെ കയ്യിൽ എത്തിപ്പെടാണ്ട് പ്രൊട്ടക്റ്റ് ചെയ്യുക. നമ്പർ 2 എന്ന് പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റിലുണ്ടായ ആ റിംഗ് ഓഫ് ഫയർ ഇല്ലാണ്ടാക്കുക. 3-ാമത്തെ സ്ട്രൈറ്റ് ഓഫ് ഹാർമസ്, അതായത് ഇതൊരു കടൽപ്പാതയാണ്. ഗ്ലോബലി 20% ട്രേഡ് നടക്കുന്നത് ഈ കടൽപ്പാതയിലൂടെയാണ്. സോ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഇതിന്ന് നമുക്ക് എന്ത് പഠിക്കാമെന്ന് പറഞ്ഞാൽ, റിലീജിയസ് ബേസിൽ റൂൾ ചെയ്യുന്ന ഏതൊരു രാജ്യത്തും അല്ലെങ്കിൽ സ്ഥലത്തും ഒരു വികസനമൊന്നും ഇല്ലാണ്ട് മതമാണ് ഏറ്റവും വലുത് എന്ന് പറഞ്ഞിട്ട് റൂൾ ചെയ്യുന്ന ഒരു സ്ഥലത്ത് എക്കണോമിക് റിയാലിറ്റി ഹിറ്റ് ചെയ്താൽ 3-മതൊരാൾ വരും, ആടെ വട്ടപ്പൂജാക്കിയിട്ട് പോവും. ഇതെല്ലാവർക്കും ഒരു പാഠമാവട്ടെ. എനിവേ, ലാസ്റ്റ് നൈറ്റ് വാസ് സ്കേറി. ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരുപാട് സംഭവങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തു 10-20 കൊല്ലത്തിൻ്റെ ഇടയിൽ ഇപ്പം ദുബായിൽ വന്നിട്ട്. എല്ലാവരെയും പഠിച്ചവൻ സംരക്ഷിക്കട്ടെ. സ്റ്റേ സേഫ്. ഹാവ് എ ഗുഡ് വൺ. ബൈ.